ഞാൻ ഈ പോകുന്ന സ്ഥലത്ത് ഗേറ്റ് കഴിഞ്ഞ് അകത്ത് ചെല്ലുമ്പോൾ ഒരു വലിയ റൂമുണ്ട്. അതിനു മുൻപ് ഒരു നന്ദിയുടെ രൂപമുണ്ട്. ചെറിയൊരു നന്ദിയാണ്. ആ നന്ദി രൂപത്തിലോട്ട് ഞാൻ തൊട്ടിട്ടാണ് അകത്തോട്ട് കയറി പോകുന്നത്. അതാ പ്രകാശത്തിൽ നിന്നും നേരെ ശബ്ദത്തിലോട്ട്. എനിക്ക് അറിയേണ്ടത് ഈ നന്ദി രൂപവും ശിവവും എല്ലാം കൂടെ ഒന്നാണോ, ഒരിടത്താണോ? ശരി, അങ്ങനെ എന്നെയും കൊണ്ട് പോയി. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ചെന്ന നദി കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായതല്ല. നിയർ ഡെത്ത് എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയത്ത് ചിലര് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ചില സ്ഥലങ്ങളായിരിക്കും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഈ സ്ഥലം ഞാൻ പോയിട്ടില്ല. 100% ഷുവറാണ്, ഞാൻ പോയിട്ടില്ല. ആ ഗേറ്റ് കണ്ടപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, മാഷേ നദി എവിടെയാണ്? അപ്പോൾ പറഞ്ഞു, ഈ അപ്പുറത്ത് നേത്രാവതി, ആ നദി അപ്പുറത്ത് കിടക്കുകയല്ലേ. അപ്പോൾ ഞാൻ ഗേറ്റ് കഴിഞ്ഞ് കുറേ കൂടെ എന്നപ്പോൾ ഞാൻ ചോദിച്ചു, അപ്പം നന്ദി ഉണ്ടോ ഇവിടെ എന്ന് പുള്ളിയുടെ അടുത്ത് ചോദിക്കുന്നു. അത് നീ ബാ നോക്കാം. ചെന്നപ്പോൾ ആ നന്ദി രൂപ അവിടെയുണ്ട്. പെട്ടെന്ന് ഞാൻ കരഞ്ഞുപോയി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ കാലിൽ തൊടുമ്പോഴത്തേക്കും നല്ല സോഫ്റ്റായിട്ടുള്ളൊരു കാലാണ്. സോഫ്റ്റസ്റ്റ് തിങ് ഐ ഹാവ് എവർ ടച്ച്ഡ്. എനിക്ക് മരണത്തോട് ഞാനിങ്ങനെ കിടക്കുന്ന സമയത്ത് കണ്ടത് ഈ പ്രദേശമാണെന്നൊരു തോന്നൽ. അപ്പോൾ ഈ പറയുന്നതൊക്കെ എങ്ങനെയാണ് കേൾക്കുന്നത്? അറിയില്ല. സമയമായില്ല എന്ന് പറയുന്നത് എങ്ങനെയാണ് കേൾക്കുന്നത്? എനിക്ക് അറിയാം, കേട്ടിട്ടുണ്ട്, ഞാനത് കേൾക്കുന്നു, അത്രയേ ഉള്ളൂ. അത് എവിടെ കൂടെ കേൾക്കുന്നു എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എനിക്ക് അന്നേരം ഒരു രൂപമില്ല, ഞാനൊരു ബോഡിയായിട്ട് തോന്നുന്നില്ല. പക്ഷെ അതിങ്ങനെ ഒരു വെയ്റ്റ്ലെസ് ഒരു സാധനമാണ്. ഞാൻ അടുത്തോട്ട് ചെല്ലുന്നു. ഈ ഭയങ്കര ബ്രൈറ്റ് ലൈറ്റാണ്, നല്ല ചുവന്ന ലൈറ്റ്. ആ ലൈറ്റിനകത്തേക്ക് ചെല്ലുമ്പോഴത്തേക്ക് അതിനകത്തോട്ട് മെർജ് ചെയ്യുന്നൊന്നോ ഏതോ എനിക്കറിയത്തില്ല. അതിനടുത്തോട്ട് ചെല്ലുമ്പോൾ സമയമായില്ല, പോയിട്ട് വരുമെന്ന് പറഞ്ഞിട്ട് എന്നെ തിരിച്ചു വിടുന്നു. ഞാൻ തിരിച്ചു വരുമ്പോഴത്തേ സൗണ്ടിലോട്ട് വീണ്ടും വീഴുന്നു. പിന്നെ ഒന്നും സംഭവിക്കുന്നതായിട്ട് എനിക്കറിയില്ല. ഇതാണ് അന്ന് ആ സമയത്ത് കാണുന്നത്. ഏത് സമയമാണെന്ന് പോലും അറിയില്ല. അപ്പോൾ അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ ബാക്കി കാര്യങ്ങളിലോട്ട് ഞാൻ പോകണം. അപ്പോൾ ഞാനിത് ഭാര്യയുടെ അടുത്തേ പറഞ്ഞിട്ടുള്ളൂ. കാരണം വേറെ ആരുടെ അടുത്തും പറയരുതെന്നും പറഞ്ഞു. കാരണം എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ വേറെ ശല്യപ്പെടുത്തും. വേറെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ. എനിക്ക് ഉത്തരവൊന്നും അറിയത്തില്ല. അതിനെ തിരിച്ചു വന്ന ശേഷം 1-2 പേരെടുത്ത്, എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ടിൻ്റെ അടുത്ത് മാത്രം ഞാനിത് പറഞ്ഞു. അച്ഛനെ ഞാൻ ഇങ്ങനെ ഇത് കണ്ടു, അതെന്താണെന്നുള്ളത് അന്വേഷണത്തിലൂടെ. അപ്പോൾ എൻ്റെ അന്വേഷണത്തിൽ പറയുന്നതെന്ന് വെച്ചാൽ, ഞാൻ ഈ പോകുന്ന സ്ഥലത്ത് ഗേറ്റ് കഴിഞ്ഞ് അകത്ത് ചെല്ലുമ്പോൾ ഒരു വലിയ റൂമുണ്ട്. ഈ നല്ല ഫ്ലെയിം ഇരിക്കുന്ന സ്ഥലം. അതിനു മുൻപ് ഒരു നന്ദിയുടെ രൂപമുണ്ട്. ചെറിയൊരു നന്ദിയാണ്. ആ നന്ദി രൂപത്തിലോട്ട് ഞാൻ തൊട്ടിട്ടാണ് അകത്തോട്ട് കയറി പോകുന്നത്. അപ്പോൾ ഈ നന്ദി രൂപം മനസ്സിലുള്ളത് ശിവഗിരിയിലാണ്. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ കൊച്ചുനാളിലുള്ള മെമ്മറിയിൽ കിടക്കുന്ന നന്ദി രൂപത്തിലായിരിക്കും അത് ഞാൻ കയറി പിടിച്ചത്. അങ്ങനെ ഞാൻ അവിടെ പോയപ്പോൾ ആ നന്ദി രൂപം അല്ല, ശിവഗിരിയിലേക്ക് പോയി. ഞാൻ കാണാൻ പോയി, ഞാൻ അന്വേഷിക്കാൻ പോയതാണ്. ഇങ്ങനെ പല ശിവക്ഷേത്രങ്ങളും അന്വേഷിക്കാൻ പോയ ഗ്രൂപ്പിൽ എൻ്റെ മനസ്സിനകത്ത് എനിക്ക് ക്രിട്ടിക്കാവണമല്ലോ അങ്ങനെ, അതുകൊണ്ട് കാരണം അങ്ങനെയുള്ള ഇത് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പലയിടത്തും പോയി, പല ക്ഷേത്രങ്ങളിലും പോയി, പല ബുക്കുകളും വായിച്ചു. ബുക്കുകൾ വായിക്കുന്നതെല്ലാം ഞാൻ ഈ കണ്ട രൂപം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും എവിടെയും ഇല്ല. ഇപ്പോൾ നദിയുണ്ട്, വൃക്ഷമുണ്ട്, അകത്ത് ചെല്ലുന്നു, ഗേറ്റ് കാണാമെന്നൊക്കെ പലരും പറയുന്നു. പിന്നെ ഒന്നും കാണുന്നില്ല. ഈ ലൈറ്റാണ് എല്ലാവരും പറയുന്നത്. ഗേറ്റോ അങ്ങനെയുള്ളൊരു റൂമോ ഒന്നും കാണുന്നതായിട്ട് പറയുന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ പലയിടത്തും കറങ്ങി നടന്ന് ഓരോ സ്ഥലങ്ങൾ നോക്കുമ്പോഴത്തേക്ക് ഈ 6 ക്ഷേത്രങ്ങളൊന്നും അല്ല. അപ്പോൾ എൻ്റെ വൈഫ് വളരെ ഭക്തി ആയതുകൊണ്ട് പല ക്ഷേത്രങ്ങളിൽ അവളും വിളിച്ചുകൊണ്ട് പോകും, ഞാനും പോകും. എനിക്ക് അറിയേണ്ടത് ഈ നന്ദി രൂപവും ശിവവും എല്ലാം കൂടെ ഒന്നാണോ, ഒരിടത്താണോ, ഇതറിയാൻ വേണ്ടിയാണ് ഞാൻ പോയത്. അപ്പോൾ അതെൻ്റെ ക്ലോസ് 2 ഫ്രണ്ട്സ് ഉണ്ട്. അവരുടെ അടുത്ത് ഒരാളുടെ അടുത്ത് പറഞ്ഞപ്പോൾ പുള്ളി അമൃതാനന്ദമയിയുടെ അവിടുത്തെ വലിയ ഡിവോട്ടിയാണ്. അപ്പോൾ അവൻ പറഞ്ഞ്, ആശാനെ അത് മിക്കവാറും നമ്മൾ കാണുന്നത് അമൃതാനന്ദമയിയുടെ അവിടെ പോകുമ്പോൾ ഒരു നദിയുണ്ട്, ഒരു തോടുണ്ട്, അത് കഴിഞ്ഞാണ് അപ്പുറത്ത് പോകണത്, അവിടെ പറയുന്നതൊക്കെ ഈ പുഷ്പമൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. ശരി, അങ്ങനെ എന്നെയും കൊണ്ട് പോയി. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ നദി കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായതല്ല. അത് കഴിഞ്ഞ് അപ്പുറത്ത് കടന്നപ്പോഴത്തേക്ക് അങ്ങനെയുള്ളൊരു പൂക്കളുമല്ല ഞാൻ കണ്ടത്, ആ ഹാളല്ല, എല്ലാം കണ്ടിട്ട് അവിടെ നിന്ന് ഞങ്ങൾ പിരിഞ്ഞു പോയി. അത് കഴിഞ്ഞ് വേറൊരു ഡോക്ടറെ അടുത്ത് ഞാനത് സംസാരിക്കും. പുള്ളി പറഞ്ഞു, ഒരു ദിവസം എൻ്റെ അടുത്ത് പറഞ്ഞു, നമുക്ക് ഈ ഒക്ടോബർ മാസത്തിൽ ഒരു കോൺഫറൻസ് ഉണ്ട്, മെഡിക്കൽ കോൺഫറൻസ് ഉണ്ട്, കാർഡിയാക് കോൺഫറൻസ് ആണ്. അപ്പോൾ ഗോലക്ഷൻ്റെ പേര് ഞാൻ റൈസ് ചെയ്തിട്ടുണ്ട്, പോവാമെന്ന് പറഞ്ഞു. പുള്ളി ഞാൻ ഈ പറയുന്നതെല്ലാം എന്തോ പുള്ളിയുടെ മനസ്സിൽ പ്രിപ്പയർ ചെയ്തിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ 2 പേരും കൂടെ പോയി. എവിടെ പോകുന്നത് എന്നുള്ളത് തലേ ദിവസം പോലും പറയത്തില്ല. ബാ നമുക്ക് പോകാം, കൊച്ചി എന്നാണ് പോകുന്നതെന്നൊക്കെ പറഞ്ഞു. കുർള എക്സ്പ്രസ് കൊച്ചി, അവിടെ നിന്ന് എഴുതുക പുട്ടപർത്തിയിലാണ് പോയത്.
സായിബാബയുടെ അടുത്താണ്. അപ്പോൾ ആ കോൺഫറൻസ് അവിടെയാണ്, ഇൻ്റർനാഷണൽ കോൺഫറൻസ് ആണ്, കാർഡിയാക് കോൺഫറൻസ് ആണ്. കാർഡിയാക് അനസ്തീസിയാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ കാർഡിയാക് സർജറിയാണ്, ബാക്കി കാര്യങ്ങളൊക്കെ അറിയാമല്ലോ എന്ന് വിചാരിച്ചു പോയി. ലോകപ്രശസ്തരായ പല സർജൻസും വരുന്നതാണ്, കാണാമല്ലോ എന്നുള്ളതിൽ ഞാനും പോകും. അവിടെ ചെന്ന് അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എൻ്റെ ഒരു ബുക്കുണ്ട്. ആ ബുക്കിൻ്റെ ഫ്രണ്ടിൽ കാണുന്ന ഹോസ്പിറ്റലിൻ്റെ പടമാണ്, വലിയ ഹോസ്പിറ്റലാണ്, താങ്കളുടെ അടുത്ത് ഞാൻ ആദ്യം തന്ന ബുക്ക്. അപ്പോൾ ആ പടത്തിനകത്തോട്ട് ചെന്ന് അവിടെ ചെന്ന് കയറുന്നു. അപ്പം ഞാൻ ഈ സ്ഥലത്ത് പോകുമ്പോൾ എനിക്ക് ഭാര്യ ഒരു 2 കാര്യം പറഞ്ഞിരുന്നു. ബാംഗ്ലൂർ വഴിയല്ലേ പോകുന്നത്, എനിക്ക് വാച്ചില്ലായിരുന്നു. ഒരു വാച്ചും വാങ്ങണം, ഒരു ടൈം പീസ് വാങ്ങണം. മോള് പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്, അവർക്കൊരു ടൈം പീസും ഇല്ല. സാമ്പത്തികമായിട്ട് ആ സമയത്തൊന്നും വളരെ നമ്മൾ തട്ടിപ്പെട്ടിയൊക്കെ പോകുന്നുള്ളതേ ഉള്ളൂ, കുഴപ്പമൊന്നുമുള്ളതല്ല. അപ്പോൾ ഇത് 2 എണ്ണം വാങ്ങണമെന്ന് പറഞ്ഞു. ശരിയെന്ന് ഞാൻ പറഞ്ഞിരുന്നു, നോക്കട്ടെ എന്ന് പറഞ്ഞു. തിരിച്ച് ഞാൻ അവിടെ ചെന്ന് ഈ രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് രജിസ്ട്രേഷൻ്റെ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഒരു ബാഗ് തന്നു. ആ ബാഗ് തന്നപ്പോൾ ആ ബാഗിനകത്ത് 2 സാധനങ്ങൾ. ഒന്നൊരു ബുക്ക്, സ്വാമിയുടെ സൂക്തങ്ങൾ എഴുതിയ ഒരു ബുക്കാണ്. വേറൊരെണ്ണം ഒരു ടൈം പീസ്. അപ്പോൾ ഇത് കിട്ടിയപ്പോൾ തലയ്ക്കൊന്ന് കത്തി. ടൈം പീസിൽ അവൾ പറഞ്ഞ ടൈം പീസാണല്ലോ അത് കിട്ടി, അത് എല്ലാവർക്കും കൊടുക്കുന്നതാണ്, എല്ലാ ബാഗിനകത്തും ഉണ്ട്. അപ്പോൾ ഇത് 2ഉം വെച്ചിട്ട് ഞാൻ തിരിച്ചിറങ്ങി. തിരിച്ച് വന്ന് പിന്നെ പുട്ടപർത്തിയുടെ അകത്ത് ആശ്രമത്തിലാണ് കോൺഫറൻസ്. അപ്പോൾ അങ്ങനെയുള്ളൊരു കോൺഫറൻസിൻ്റെ സ്ഥലത്ത് വന്നപ്പോൾ ആ ഗേറ്റ് കണ്ടപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, മാഷേ നദി എവിടെയാണ്? അപ്പോൾ പറഞ്ഞു, ഈ അപ്പുറത്ത് നേത്രാവതി, ആ നദി അപ്പുറത്ത് കിടക്കുകയല്ലേ. ശരിയാണ്. അപ്പോൾ ഈ ഗേറ്റ് കഴിഞ്ഞ് വലത് ഭാഗത്ത് കയറുമ്പോഴത്തേക്ക് ഈ കട്ട് ചെയ്ത് നിർത്തിയിരിക്കുന്ന ചെടികൾ, 4 ഇതളുള്ള വെള്ളപ്പൂക്കൾ സുന്ദരമായിട്ട് നിൽപ്പുണ്ട്. അതും ശരിയാണ്. അപ്പോൾ ഞാൻ ഗേറ്റ് കഴിഞ്ഞ് കുറേ കൂടെ എന്നപ്പോൾ ഞാൻ ചോദിച്ചു, അപ്പം നന്ദി ഉണ്ടോ ഇവിടെ എന്ന് പുള്ളിയുടെ അടുത്ത് ചോദിക്കുന്നു. അത് നീ വാ നോക്കാം. ചെന്നപ്പോൾ ആ നന്ദി രൂപം അവിടെയുണ്ട്. അത് കഴിഞ്ഞ് വലിയൊരു റൂമാണ്. ആ റൂമിലേക്കുള്ള അകത്ത് ഭഗവാൻ ഇരിക്കുന്ന സ്ഥലമായതുകൊണ്ട് അവിടെ ആരെയും കയറ്റില്ല. അവിടം വരെ പോയിട്ട് ഞാൻ തിരിച്ചു വരുന്നു. ആദ്യത്തെ ദിവസം ഇതിങ്ങനെ കഴിയുന്നു. വെളുപ്പാങ്കാലമായപ്പോഴത്തേക്ക് അടുത്ത ദിവസം കാലത്തെ ഭഗവാനെ കാണാനായിട്ട് ചെല്ലണമെന്ന് പറയുന്നു എല്ലാവരും, ഡോക്ടേഴ്സ് മാത്രം. 400 പേരുണ്ട്. അവിടെ ചെന്നു. ഇതെല്ലാം ഞാൻ ഈ ഇവൻസുമായിട്ട് ബന്ധപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ഞാനത് കണ്ടതാണ്. അവിടെ ചെന്ന് കണ്ടു. പുള്ളി അപ്പോൾ ദൂരെ നിന്ന് പുള്ളി വരുന്നത് കണ്ടു. അത് കഴിഞ്ഞ് നമ്മൾ അടുത്തൊന്നും വന്നില്ല, പോയി. അങ്ങനെ 2 ദിവസം കഴിഞ്ഞു. 2ാമത്തെ ദിവസവും കഴിഞ്ഞു. 3ാമത്തെ ദിവസം എൻ്റെ അടുത്ത് വരുന്നു. എൻ്റെ അടുത്തല്ല വന്ന് എൻ്റെ ഫ്രണ്ടിൽ കൂടെ നടന്നു പോയിട്ട് അന്തുലെ എന്ന് പറഞ്ഞൊരു മന്ത്രിയുണ്ട്, കേന്ദ്രമന്ത്രിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്ത് എന്ന് എന്തൊക്കെയോ പറഞ്ഞിട്ട് തിരിച്ചങ്ങ് പോയി എന്നാണ് നമ്മുടെ ധാരണ. പക്ഷെ ഞാൻ ഏറ്റവും ഫ്രണ്ടിലാണ് ഇരുന്നത്. എൻ്റെ പിറകു വയസ്സൂടെ ഇദ്ദേഹം വന്നൊന്നും ഞാൻ കാണുന്നില്ല. ഞാൻ കണ്ണു അടച്ചിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ്. സാറിന് ഡിവോട്ടി ആയിരുന്നു അവിടുത്തെ? അല്ല, ഞാൻ അതിനു മുമ്പ് അവിടെ ഞാൻ പോയിട്ടില്ല. ഞാൻ അങ്ങനെയുള്ളൊരു ഡിവോട്ടി അല്ല. കാരണം ഞാൻ അദ്ദേഹത്തെ പറ്റി വായിച്ചിട്ടുള്ളത് ഇടമറുക് എന്ന് പറയുന്ന മഹാനായ ഒരു നിരൂപകനുണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ നിരൂപകൻ. സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിനെ ചലഞ്ച് ചെയ്തവരെ ചെയ്തിട്ടുള്ളൊരു നിരൂപകൻ, അതൊക്കെ വായിച്ചിട്ടുണ്ട് കേരള ശബ്ദം മാഗസീനിൽ. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ളൊരു ക്രിട്ടിക്കലേ എൻ്റെ മനസ്സിനകത്തുള്ളൂ. ഞാൻ അവിടുത്തെ ഡിവോട്ടി അല്ല. ഞാൻ അതിന് മുമ്പ് പോയിട്ടില്ല, അതിന് ശേഷവും പോയിട്ടില്ല. സാർ വിശ്വാസിയായിരുന്നു? അവിശ്വാസിയല്ല. വിശ്വാസിയല്ല. ഞാനൊരു ന്യൂട്രലായിട്ട് പോകുന്ന, ആരെയും ക്രിട്ടിസൈസ് ചെയ്യാറില്ല. അപ്പോൾ അങ്ങനെ എനിക്ക് അങ്ങനെ ഒരു തോന്നല. ഞാൻ അത് വേറൊന്നും കൊണ്ടല്ലേ. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ മരണാനന്തര അല്ലെങ്കിൽ ആ ഒരു സമയത്ത് നിയർ ഡെത്ത് എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയത്ത് ചിലർ പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള, നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ചില സ്ഥലങ്ങളായിരിക്കും പ്രോസസ് ചെയ്യുന്നത്. ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അതുവരെ 100% ഷുവറാണ്, ഞാൻ പോയിട്ടില്ല. ഞാൻ യാതൊരു രീതിയിലും അവിടെ 94 മുമ്പ് പോയിട്ടില്ല. 94 ഞാൻ ആദ്യമായിട്ട് പോകുന്നത്. 92 എനിക്ക് ഈ എക്സ്പീരിയൻസ് കിട്ടുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ അദ്ദേഹം പിറകിലൂടെ ഞാൻ കാണുന്നില്ല. ഫ്രണ്ടിൽ നിന്നിട്ട് അദ്ദേഹം വൈറ്റ് ആൻഡ് വൈറ്റ് ആയിട്ടുള്ള കുട്ടികളാണ് അവിടുത്തെ വോളണ്ടിയേഴ്സ്. അവരെന്നിൽ ഒരാൾ എന്ന് വെച്ചു. അപ്പം ഞാനിങ്ങനെ കണ്ണു തുറന്നപ്പോഴത്തേക്ക് ഇങ്ങനെ കാണിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു പുറന്നോട്ട് മാറാനെന്ന് വിചാരിച്ചു. ഞാൻ പുറന്നോട്ടെങ്കും ഇരുന്നു കൊണ്ട് തന്നെ, ചമ്പറം പടിഞ്ഞാണ് എല്ലാവരും ഇരിക്കുന്നത്, ഇരുന്നു കൊണ്ട് പുറന്നോട്ട് മാറിയത് ഈ കാൽപാദത്തിൽ ആരുടെ കാലിലാണ് ഇരുന്നത്. അപ്പോൾ പെട്ടെന്ന് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഭഗവാനാണ് നിൽക്കുക മാത്രമല്ല ചിരിച്ചുകൊണ്ട് ഒരു പൊതി എൻ്റെ കയ്യിലോട്ട് ഇങ്ങനെ എറിയുന്നു. ഞാനതിങ്ങനെ എടുത്തു. ഒരു കവറാണ്, നീളമുള്ളൊരു കവറ്. ആ കവറെടുത്ത് ഞാൻ പാത്രത്തിനകത്ത് ഇട്ടു. ഒന്നും നോക്കിയില്ല. എന്തോ കിട്ടി,
വാങ്ങിച്ചു വെച്ചു. ഞാൻ കയറി കാലിൽ തൊട്ട് തൊഴുതു. കാരണം നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് മനസ്സിൽ തോന്നി. പെട്ടെന്ന് ഞാൻ കരഞ്ഞുപോയി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ കാലിൽ തൊടുമ്പോഴത്തേക്കും നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കാലാണ്, സോഫ്റ്റസ്റ്റ് തിങ് ഐ ഹാവ് എവർ ടച്ച്ഡ് എന്ന് തോന്നും. ആ രീതിയിലുള്ളൊരു കാലിലാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ എഴുന്നേറ്റ് അദ്ദേഹം അങ്ങ് നടന്നു പോയി. തിരിച്ച് ഞാൻ ഇറങ്ങുമ്പോഴത്തേക്കാണ് ആരോ ഓടി വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചിട്ട്, നിങ്ങൾ ഡോക്ടേഴ്സ് അല്ലേ? ഡോക്ടേഴ്സാണ്. എന്താ കിട്ടിയത്? അപ്പോഴാണ് ഞാനത് ഓർത്തോ പാക്കറ്റിൽ കിടക്കുകയില്ലേ എന്ന് ചോദിച്ചു. പാക്കറ്റിൽ നിന്ന് ഇത് എടുത്തപ്പോൾ കവറാണ്. ഇത് എടുക്കണം ഡോക്ടറെ, അത് എടുക്കാമെന്ന്. അപ്പോൾ ഒരു മലയാളിയാണ് ഈ സംസാരിക്കുന്നത്. അപ്പോൾ ഞാൻ എടുത്ത് വാച്ചാണ്. അപ്പോൾ കെട്ട് ഡോക്ടർ എത്ര നാൾ ഇവിടെ വന്നിട്ടുണ്ട്? അപ്പോൾ ഞാൻ ആദ്യത്തെ ദിവസം ആദ്യമായിട്ട് വരിക. അപ്പോൾ ആ വാച്ച് ഇന്നും എൻ്റെ കയ്യിലുണ്ട്. ഞാൻ അത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് ഇതുമായിട്ടൊന്ന് കോറിലേറ്റ് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. കാരണം എൻ്റെ അടുത്ത് 2 കാര്യം വൈഫ് പറഞ്ഞതിന് ഞാൻ വാങ്ങിക്കാൻ പോയവന് ഈ 2 സാധനം അവിടെ നിന്ന് കിട്ടിയപ്പോൾ എന്തോ എവിടെയോ സംതിങ് റോങ്. പക്ഷേ ഞാൻ കണ്ടത് അന്ന് എനിക്ക് മരണത്തോട് ഞാനിങ്ങനെ കിടക്കുന്ന സമയത്ത് കണ്ടത് ഈ പ്രദേശമാണെന്നൊരു തോന്നൽ. പിന്നെയും ഞാൻ വായിച്ചു പലതും വായിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് നദി ജോർഡാൻ നദിയാകാമെന്ന് ബൈബിളിൽ പറയുന്നുണ്ട്. ജോർഡാൻ നദിയുടെ അപ്പുറമാണ്, അങ്ങനെയുള്ളൊരു പ്രദേശമാണല്ലോ യേശുദേവൻ്റെ ആ സ്ഥലം. അപ്പോൾ അവിടെ ആയിക്കൂടെ എന്നൊരു തോന്നൽ വരാം. പക്ഷെ അതൊന്നും അല്ല, ഞാൻ കണ്ടത് ഇത് തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് തിരിച്ച് പോകുന്നു. പിന്നെ 4-ൻ്റെ അന്ന് 5-ൻ്റെ അന്ന് തിരിച്ചു പോയി. ഈ നന്ദികേശനെ പിന്നെ അവിടെ കണ്ടിരുന്നോ? ഉണ്ട്, അതവിടെ ഉണ്ട്. നന്ദി രൂപമാണ്, ഒരു വലിയ നന്ദിയാണ്, കല്ലിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അത് ഞാൻ കണ്ടു. പുട്ടപർത്തിയിൽ ആ നന്ദി അവിടെ ഇരിപ്പുണ്ട്, ഇപ്പോഴും ഉണ്ട്. അതങ്ങോട്ട് പോകുമ്പോൾ ഗേറ്റ് കഴിഞ്ഞ് അപ്പുറത്തിരിപ്പുണ്ട്. ഭഗവാന്റെ റൂമിൻ്റെ വയസ്സൊരു നന്ദി രൂപമുണ്ട്, അതവിടെ ഇരിപ്പുണ്ട്. അത് പെർമനൻ്റായിട്ട് അവിടെ ഉള്ളതാണ്. അപ്പോൾ അത് ഇതുമായിട്ട് എങ്ങനെ ബന്ധപ്പെടുത്തിയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഞാൻ അത് കണ്ടിട്ടാണ് ഞാൻ അകത്തോട്ട് പോകാൻ നോക്കുമ്പോഴത്തേക്ക് ആ ഫ്ലെയിമിൻ്റെ അടുത്തോട്ട് എന്നെ ചെല്ലാൻ സമ്മതിക്കാത്തത് തിരിഞ്ഞു പോകണമെന്ന് പറയുന്നു. അത്രയേ ഉള്ളൂ. അത് ഇനി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ കനോട്ട് എക്സ്പ്ലെയിൻ. ചിലർ പറയും ഹലൂസിനേഷൻ ആയിരിക്കാം എന്ന്. എനിക്കൊന്നു ഡോക്ടറിനെ സംബന്ധിച്ച് ഡോക്ടറിന് കൃത്യമായിട്ട് അത് ഡിഫൈൻ ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്നു. കാരണം ഒരു അനസ്തേഷ്യ ചെയ്യുന്ന ഒരാളായതുകൊണ്ട് എന്താണ് ഹാലൂസിനേഷൻ എന്ന് കൃത്യമായിട്ട് അറിയാവുന്ന ഒരാളാണ്. അല്ല, ഞാൻ പറഞ്ഞതാണ് ഹാലൂസിനേഷൻ എന്ന് ഞാൻ ഉദ്ദേശിച്ചതിൻ്റെ കാരണം, പല ആളുകൾക്കും നമ്മൾ മയക്കുമരുന്നിൻ്റെ കൂടെ മോർഫിൻ ചേർത്തൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത്. മോർഫിൻ ഒരു ഹാലൂസിനേറ്റിംഗ് ഏജൻറ്റുമാണ്. നല്ല ഡിസോറിയൻറ്റഡ് ആയിട്ടോ ഹാലൂസിനേഷനിലോട്ടോ പോകാം. ഞാൻ കണ്ട ഈ ലൈറ്റ് എന്ന് പറയുന്നത് ഇത്രയും ബ്രൈറ്റ് ലൈറ്റ് നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ ലൈറ്റുകളാണ്. ഒന്ന് കോൾഡ് ആണ് നമ്മളുടെ തിയേറ്റർ. കാരണം ഓപ്പൺ ഹാർട്ടിൽ വർക്ക് ചെയ്യുമ്പോൾ 20-നും 18-നും ഇടയിലുള്ള ടെമ്പറേച്ചറിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അത്രത്തോളം ടെമ്പറേച്ചറിൽ വർഷങ്ങളായിട്ട് വർക്ക് ചെയ്യുന്നവരാണ്. അപ്പോൾ അതും ഞാൻ എക്സ്പീരിയൻസ് അതായിക്കൂടെ എന്ന് ചോദിച്ചാൽ എനിക്ക് ഉത്തരവില്ല. ഞാൻ അവിടെ കണ്ടതാണോ ഇതാണോ ഏതാണോ ശരിയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷെ നമ്മൾ കണ്ട സ്ഥലങ്ങൾ, ആ സ്ഥലം അതാണ് ഇപ്പോഴും എനിക്ക് മനസ്സിലാകാത്തത്. കാരണം ഞാൻ അതെന്തിനു കണ്ടു എന്ന് ചോദിച്ചാൽ, സത്യമാണ് ഞാൻ പറയുന്നത്, 92-ന് മുമ്പ്, ഈ 94-ലും ഞാൻ പോയി കണ്ട് കൺഫേം ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ആ പ്രദേശത്ത് പോയിട്ടില്ല. ഒരു സംശയമില്ല, ഞാൻ പോയിട്ടില്ല. അതുമാത്രമല്ല സാറിപ്പോൾ ആ ഒരു ലെവലിൽ നിന്നും ഇപ്പോൾ ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് പോലെ മുകളിൽ നിന്ന് കണ്ടത് അതെങ്ങനെയാണെന്ന് നമുക്കറിയില്ലല്ലോ. ഞാൻ ഈ കണ്ട സമയത്ത് 2 പേര് 3 പേര് അവിടെ നിൽപ്പുണ്ട്. ഞാൻ പറഞ്ഞതാണ്, ഒന്ന് സർജൻ ഡോക്ടർ അക്ബർ ഉണ്ട്, ഇപ്പോഴത്തെ വേറൊരു റെസ്പിറേറ്ററി മെഡിസിൻ്റെ പ്രൊഫസർ നിൽപ്പുണ്ട്, ഡോക്ടർ ജോഷി നിൽപ്പുണ്ട്, വേറെ 1-2 പേരൊക്കെ ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ അവിടെ നിൽപ്പുണ്ട്. അത് ഞാൻ എങ്ങനെ കണ്ടു എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഞാൻ എൻ്റെ മുകളിൽ നിന്നിട്ട് എൻ്റെ ബോഡി അവർ എക്സാമിൻ ചെയ്യുന്നത് കണ്ടിട്ടാണ് ഞാൻ പോകുന്നത്. പോയിട്ട് തിരിച്ചു വരുമ്പോൾ എങ്ങനെ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശബ്ദത്തിലോട്ട് വീഴുന്നതായിട്ട് മാത്രമേ ഞാൻ അറിയുന്നുള്ളൂ. അതാ പ്രകാശത്തിൽ നിന്നും നേരെ ശബ്ദത്തിലോട്ട് വീഴും. ഒരു ശബ്ദമില്ലാത്ത സ്ഥലത്ത് നിന്നു. ശബ്ദമില്ല എന്ന് ഞാൻ പറയുന്നില്ല, അവിടെ ഞാൻ കേൾക്കുന്ന ശബ്ദം ഓമെന്നുള്ളൊരു ശബ്ദം മാത്രമാണ്, ഒരു മുഴക്കം മാത്രമാണ് അന്ന് അങ്ങേ അറ്റത്ത് ആ ലൈറ്റിൻ്റെ അടുത്തോടൊക്കെ കാണുന്നത്. പിന്നെ ഒന്നും കാണുന്നില്ല. പിന്നീട് ഇത്തരത്തിലുള്ള മനുഷ്യർ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് തോന്നിയിട്ടുള്ള ആരെങ്കിലും മനുഷ്യരെ കണ്ടെത്താൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നോ? ഇല്ല. കാരണം നമുക്ക് സ്വാഭാവികമായിട്ടൊരു ക്യൂരിയോസിറ്റി വരുമല്ലോ, എന്താണ് സംഭവിച്ചത് എന്നറിയാൻ. സംഭവിച്ചതെന്ന് വെച്ചാൽ, ഞാൻ 1-2 ആളുകളെ, ഞാൻ അനസ്തീസിയ കൊടുത്ത ആളുകൾ റിക്കവർ ചെയ്ത് വന്നപ്പോൾ കാർഡിയാക് അറസ്റ്റ് അടിച്ചവരുടെ അടുത്ത് ഞാനത് ചുമ്മാ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ചോദിച്ചവരെല്ലാം 1-2 പേര് പറഞ്ഞതെന്ന് പറഞ്ഞാൽ അവരുടെ പുള്ളി അദ്ദേഹത്തിൻ്റെ അപ്പൂപ്പനെ കണ്ടെന്നോ അദ്ദേഹത്തിൻ്റെ ഒരു സഹോദരനെ കണ്ടെന്നും ഒക്കെ പറഞ്ഞു. ഞാൻ പറയട്ടെ, അതൊക്കെ ഇതിൻ്റെ കൂട്ടത്തിലുള്ള ആരുടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ അതിലെ അത്ര വലിയൊരു ഇൻട്രസ്റ്റ് സത്യത്തിൽ കാണിച്ചിട്ടില്ല. പക്ഷേ ഈ 92-ന് ശേഷം ഉള്ളതിൽ ഞാൻ പോയിട്ടുണ്ട്, നോക്കിയിട്ടുണ്ട്. പക്ഷെ ആരും തന്നെ ഇങ്ങനെയുള്ളൊരു
റിപ്ലൈ ചെയ്തതായിട്ട് എനിക്കറിയില്ല. എൻ്റെ അടുത്ത് ചെയ്തിട്ടില്ല. അങ്ങനെ അനുഭവങ്ങളുള്ള ആളുകളാരും അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. അതിനുശേഷം അതായത് ഈ പുട്ടുപർത്തി പോയി വന്നു, അന്ന് ഒരു പ്രത്യേക അനുഭവങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞു. അതിനുശേഷം പിന്നീട് എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അതുമായി ബന്ധപ്പെട്ട്? അതിനുശേഷം അതിന് പോയി ബന്ധപ്പെട്ടെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ വന്ന ശേഷം ഈ 2-3 ആഴ്ചയോളം വീട്ടിൽ വെയിറ്റ് ചെയ്തു. എന്നെ കൊണ്ട് തിയേറ്ററിൽ പോകാതിരിക്കുക, ജോലി ചെയ്യാതിരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ പിറകു വയസ്സ് മുഴുവനും പൊളിഞ്ഞിട്ടുണ്ട്, അവിടെയെല്ലാം പാഡ് വയ്ക്കുന്നുണ്ട്, ഫ്രണ്ട് യോജിച്ചിട്ടില്ല, അവിടെയും പാഡ് വെച്ചിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ ഞാൻ എൻ്റെ പ്രൊഫസർ അടുത്ത് പറഞ്ഞു, സാറേ ഞാൻ വരട്ടോ? നീ എങ്ങനെ? ഞാൻ പറഞ്ഞു, ഞാൻ വെളിയിൽ നിന്ന് പേഷ്യൻ്റ് നോക്കിക്കൊള്ളാം. അപ്പോൾ നമ്മൾ പ്രീ അനസ്തീസിയ ചെക്കപ്പ് എന്നൊരെണ്ണം ഉണ്ട്. അപ്പോൾ ഞാൻ അത് നോക്കാനായിട്ട് അവിടെ പോയിരുന്നു നോക്കും, വേറെ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ 2-3 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഒരു ദിവസം ഭാര്യ എൻ്റെ അടുത്ത് പെട്ടെന്ന് ഇങ്ങനെ വിളിച്ച് പറയുന്നു, ചേട്ടാ ഇവിടെ ഒരാൾ വന്നു, ഒന്ന് വരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു തിയേറ്ററിൽ നിന്നാണ്, ഞാൻ നോക്കട്ടെ, ആളിനെ അവിടെ ഏൽപ്പിച്ചിട്ട് ഞാനിവിടെ വന്നപ്പോഴത്തേക്ക് ഗേറ്റ് തുറന്ന് നോക്കിയപ്പോഴത്തേക്ക് മെയിൻ ഗേറ്റ് തുറന്ന് വന്നപ്പോഴത്തേക്ക് ചന്ദനത്തിൻ്റെ മണമായി മാത്രം കാണുന്നുണ്ട്. ഒക്കെ നല്ല ഫീലിംഗ്, അതിൻ്റെ സ്മെല്ലുണ്ട്. അപ്പോൾ ഞാൻ നടന്ന് ഇവിടെ എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അപ്പോൾ വൈഫ് പറയുന്നതെന്ന് വെച്ചാൽ ഒരു 10-10:30 മണിയായ സമയത്ത് ഒരു പൊക്കമുള്ള മനുഷ്യൻ, നല്ല ഹൈറ്റും കാണാൻ നല്ലൊരാൾ, തലയിപ്പാവ് കെട്ടുണ്ട്, ഏപ്രനാണ് ഇട്ടേക്കുന്നത്, ഇവിടെ വന്നു, ഇതിനകത്ത് കയറി മകളെ വിളിക്കാൻ പറഞ്ഞു. മകളെ വിളിച്ചു. ഈ കസേരയിലിരുന്ന്, ഈ കസേരയാണ് അദ്ദേഹം ഇരുന്നത്, ആ കസേരയിൽ ഇരുന്നുകൊണ്ട് മോളെ വിളിച്ചിട്ട് മോളെ അനുഗ്രഹിച്ചെന്തൊക്കെയോ പറഞ്ഞിട്ട് ഇവളുടെ അടുത്ത് വെള്ളം വേണമെന്ന് പറഞ്ഞു, എൻ്റെ വൈഫിൻ്റെ അടുത്ത് വെള്ളം വേണമെന്ന് പറഞ്ഞു. ഇവൾ വെള്ളം എടുക്കാൻ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഈ മനുഷ്യൻ ഇറങ്ങി വെളിയിലോട്ട് പോയി. പക്ഷേ ഇറങ്ങി പോയ സ്ഥലത്ത് അത്രയും ചന്ദനം കിടപ്പുണ്ട്, ചന്ദനമല്ല ഭസ്മം കിടപ്പുണ്ട്. അത് കഴിഞ്ഞ ശേഷം ഡിസപ്പിയേർഡ്. ഇത് വന്നു, അപ്പം തന്നെ പോയി. പുള്ളിക്കാരത്തി പറയാം, അവൾ എൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അപ്പം ഞാൻ ഓടി വന്ന് നോക്കുമ്പോഴത്തേക്ക് ഇതാണ് കാണുന്നത്, ഇതിനകത്ത് മുഴുവൻ ചന്ദനം ഇത് കിടപ്പുണ്ട്, ഭസ്മം കിടപ്പുണ്ട്. ആൾ തിരിച്ചു പോയി. അപ്പം ഞാനിത് എൻ്റെ ഒരു സീനിയർ ഫ്രണ്ട് ഉള്ള ഒരാളിൻ്റെ അടുത്ത്, പുട്ടപർത്തിയുടെ ഒരു ഡിവോട്ടി ആയ ഒരാളിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞു, അത് ഡോക്ടറെ ആരെങ്കിലും കളിപ്പിച്ചതായിരിക്കും എന്ന് പറഞ്ഞു. ഞാൻ അതിനെപ്പറ്റി അന്വേഷിച്ചിട്ടുമില്ല, വേറെ ഒന്ന് ആയിക്കോട്ടെ എന്ന് പറഞ്ഞങ്ങ് വിട്ടു.